ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് റവ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാരമൽ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കയ്യിലുള്ളത് വറുക്കാത്ത റവ ആയതുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് റവ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ വറുത്ത റവനെ നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നതല്ലേ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാനും ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് റവ കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് റവയുടെ അളവിലും മാറ്റം വരുത്താം. അപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു സെയിം പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് കാരമൽ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൽ നിന്നും 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ മാറ്റിയിട്ടുണ്ട്. ഓവർ മധുരം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയ്ക്കായിരിക്കും ഈ ഒരു അളവിന് കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാവുക. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് ലൈറ്റായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് മാറണം. ഇനി നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മിക്സാക്കാതെ അങ്ങനെ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ അലിഞ്ഞ് വന്നോളൂ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ പഞ്ചസാര അത്യാവശ്യം നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ പഞ്ചസാര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറും മതി. ഇത് കറക്റ്റായിട്ടുള്ള പരിവാണ്. ഇതിനേക്കാളും ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ കയ്പ്പരസം വരും കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള പരിവ. ഇനി നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടല്ലോ ഇതുപോലെ കട്ടയായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. കുറച്ച് ടൈം ഒന്ന് തിളപ്പിച്ചൊരു ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒരു കാരമൽ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ മൊത്തമായിട്ടുണ്ട്. ഒരു കാരമൽ കട്ടായതൊക്കെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനതിലേക്ക് 1 കപ്പ് കൂടെ പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ, സാധാ പച്ചവെള്ളമാണ്, ആ ഒരു സെയിം കപ്പിൽ തന്നെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു 4-5 ഏലക്കായ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഓപ്ഷണലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത സേമിയ ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് സേമിയൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയേക്കാളും കുറച്ചുകൂടെ വേവ് ഉണ്ടാവില്ലേ സേമിയക്ക്, അതുകൊണ്ടാണ് സേമിയ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ റവ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ റവ മൊത്തമായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്.
ഉണ്ടല്ലോ ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള പാലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞില്ല 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് മൊത്തമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ 1.5 കപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് മാറ്റിയെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആദ്യം 1-ാം പാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് 2-ാം പാലിൽ സേമിയയും റവയും കൂടെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് നല്ല ടേസ്റ്റാണ് ആ സമയത്ത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യോ ബട്ടറോ എന്താ കയ്യിലുള്ളത് വെച്ചാൽ അതിൽ ചേർത്ത് കൊടുക്കുക. അതിനിപ്പോൾ നെയ്യും ബട്ടറോ ഒന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂനട്ട് ഉണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കട്ടോ. ആ മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിൽ ചൂടോട് കൂടെ തന്നെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ, സിമ്പിളാണ് ചെയ്തെടുക്കാൻ. കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പാല് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ റവയും സേമിയൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന റെസിപ്പി ഐറ്റംസ് അല്ലേ, റവയൊക്കെ ആയാലും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആയാലും ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ആയാലും നല്ല ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ. നന്നായിട്ട് തന്നെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഉണ്ടല്ലോ, അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് കുടിക്കാൻ. ഓവർ ലൂസാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നഷ്ടമാവും. അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു പായസത്തിന് ഉണ്ടാവുക. നമ്മൾ കാരമൽ സോസൊക്കെ റെഡിയാക്കിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ലൊരു കളറാണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനിപ്പോൾ 1 ലിറ്റർ പാല് മുഴുവനായിട്ടുണ്ട്. 1 ലിറ്റർ പാല് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ പകുതിയായിട്ടല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തീരെ ആഡ് ചെയ്യാതെ പാല് മാത്രമായിട്ട് തന്നെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. റവയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.